കേരള എത്രയോ സാധ്യതയുണ്ട്, എത്രയോ പൊട്ടൻഷ്യലുള്ള സ്റ്റേറ്റാണ്. ടൂറിസം നോക്കൂ, ടൂറിസമിനെ നോക്കിക്കോളൂ. നമ്മൾ എന്തായിരുന്നു ഒരു 10-20 കൊല്ലം മുമ്പേ? ഇന്ന് നോക്കൂ എവിടെയാണ് നമ്മൾ. എന്തുകൊണ്ട്? അതേ കോസ്റ്റ് ലൈൻ, അതേ ഒരു നല്ല ഗോഡ് സോൺ കൺട്രി. എന്താണ് മാറ്റം? എന്തുകൊണ്ട് ശ്രീലങ്ക 20 ഇരട്ടി 40 ഇരട്ടി ടൂറിസം ശ്രീലങ്കയ്ക്ക് പോകുന്നത് എന്താ കേരളയ്ക്ക് വരാത്തത്? അവിടെയാണ് സാമ്പത്തിക പ്രശ്നം ഉണ്ട് താനും. എന്നിട്ടും എന്തുകൊണ്ട്? അപ്പോൾ അതെല്ലാം അത് ജനങ്ങൾക്ക് പേടി, ഇവിടുത്തെ വയലൻസ്, അവിടെ പോയാൽ നമുക്ക് കോവിഡ് കിട്ടുമോ, വേറെ ഏതെങ്കിലും ഹിപ്പ വൈറസ്, എല്ലാ ദിവസം 3 ദിവസം ഒരു ബ്രേക്കിംഗ് ഹെഡ്ലൈൻ വരും, ഇവിടെ കേരള ഡിറ്റക്റ്റഡ് ഈപ്പ വൈറസ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ലണ്ടനിലിരുന്ന് എനിക്ക് ശരിയാ നമുക്ക് കേരള നല്ലൊരു സ്ഥലമാണ് പറഞ്ഞാലും അവർക്ക് വിശ്വാസം വരില്ല, പേടിക്കും. അതുകൊണ്ട് ഇതൊരു പ്രയോറിറ്റി ആക്കിയില്ലെങ്കിൽ, ഇക്കണോമിക് ഗ്രോത്ത് ഒരു പ്രയോറിറ്റി ആക്കിയില്ലെങ്കിൽ പ്രയോറിറ്റി ആവില്ല, ഇക്കണോമിക് ഗ്രോത്ത് കിട്ടില്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരില്ല, കുട്ടികൾ ഇവിടുന്ന് വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോകും. അതാണ് നടക്കുന്നത്.